Hi all, welcome to my classroom. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഡിസൈൻ ഓഫ് ബോൾട്ട് ആൻഡ് നെറ്റ്. ഒരു ബോൾട്ടും നെറ്റും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ നടത്തുക, അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഈക്വേഷൻസ് എന്തൊക്കെയാണ്, അവിടുത്തെ മെയിൻ ഫോർമുലാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള ഈക്വേഷൻ, അതിൽ നിന്നാണ് ബാക്കിയുള്ള ഈക്വേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ഈക്വേഷൻ എന്താണ്? സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. അതിൽ നിന്നാണ് ബാക്കിയുള്ള ഓരോ കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ ഷിയർ സ്ട്രെസ്സിന്റെയും ടെൻസൈൽ സ്ട്രെസ്സിന്റെയും ബെൻഡിങ് സ്ട്രെസ്സിന്റെയും അവിടുത്തെ മാക്സിമം സ്ട്രെസ്സിന്റെ ഒക്കെ ഈക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ മെയിൻ ഈക്വേഷൻസ് ഒന്ന് നോക്കാം. നോക്കുമ്പോൾ ഫസ്റ്റ് ഈക്വേഷൻസ് ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഫോർ ത്രെഡ്സിന്റെ കേസിൽ നമ്മൾ മേജർ ഡയാമീറ്റർ ഡി ആയിട്ടും മൈനർ ഡയാമീറ്റർ ഡി സി ആയിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ വി ത്രെഡ്സിന്റെ കേസിൽ മൈനർ ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു ഡി മൈനസ് 1.732 പി എന്ന് പറയാം. പി എന്ന് പറഞ്ഞാൽ പിച്ചാണ്. അത് സ്ക്വയർ ത്രെഡ് ആണെങ്കിൽ മൈനർ ഡയമീറ്റർ എന്തായിരിക്കും? മൈനർ ഡയമീറ്റർ മീൻസ് റൂട്ട് ഡയമീറ്റർ എന്തായിരിക്കും? ഡി മൈനസ് പി ആയിരിക്കും. അത് പിച്ച്, പി എന്ന് പറഞ്ഞാൽ പിച്ച്. പിന്നെ നമ്മൾ യൂണിഫോം സ്ട്രെങ്ത്തിലേക്ക് വരാം. നമ്മൾ കോമൺ ആയിട്ടൊരു ബോൾട്ട് എടുക്കുകയാണ്, അതിൻ്റെ ഒരു യൂണിഫോം സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഹോൾ, ആ ബോൾട്ടിന്റെ ഹോൾ എത്രയായിരിക്കും? ഹോൾ നമ്മൾ ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡി എച്ച് ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് ഡി സി സ്ക്വയർ. അപ്പോൾ ഹോളിന്റെ ഹോൾ ഇതാണെങ്കിൽ ഇതിന്റെ മേജർ ഡയാമീറ്റർ മൈനസ് മൈനർ ഡയാമീറ്റർ, അതിന്റെ റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് ഡി സി സ്ക്വയർ. ക്ലിയർ? ഇനി നമ്മൾ സ്ട്രെങ്ത് ഓഫ് സ്ക്രൂഡ് ജോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്തറിയാം? കോമൺ ആയിട്ട് അറിയാം, സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. സോ ഈ ഇക്വേഷൻ നോക്കൂ, ലോഡ് ഈസ് ഈക്വൽ ടു, ഇത് ലോഡ് എന്ന ഇക്വേഷൻ തന്നിട്ടുള്ളത്. അപ്പൊ ലോഡ് എന്തായിരിക്കും? സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇവിടെ ഏരിയ എന്താണ്? പൈ ഡി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സിഗ്മ ടി. സിഗ്മ ടി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ടെൻസൈൽ സ്ട്രെസ്. അതാണ് ലോഡിന്റെ ഇക്വേഷൻ. ഇത് നമുക്ക് എന്ത് കണ്ടെത്താം? മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. റൂട്ട് ഡയമീറ്റർ ഡി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് ഒന്നാണ്ട് എന്ത് ചെയ്താൽ മതി, അറേഞ്ച് ചെയ്താൽ മതി. സോ 4p ഡിവൈഡഡ് ബൈ പൈ സിഗ്മ ടി. അതാണ് എന്ത്? മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ കാണാനുള്ള ഈക്വേഷൻസ്. ഇതിൽ എന്താണ്? പി എന്താ? ലോഡാണ്. സിഗ്മ ടി എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ്. ഡി എന്ന് പറഞ്ഞിട്ട് എന്ത് കാണാം? നോമിനൽ ഡയമീറ്റർ. അതിന്റെ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന നോമിനൽ ഡയമീറ്റർ എന്ന് പറയും, അതാണ് ഡി. സോ ഇനി അടുത്ത് നമ്മൾ എന്താണ്? ഷിയർ സ്ട്രെസ് കാണാൻ പോവാണ്. ഇതിൽ നമുക്ക് എന്ത് കാണാം? ടെൻസൈൽ സ്ട്രെസ് കണ്ടെത്തിക്കൂടെ? അതുപോലെ തന്നെ ലോഡ് കണ്ടെത്താം, മൈനർ ഡയമീറ്റർ കണ്ടെത്താം. ഓക്കെ, ദെൻ നമ്മൾ ഷിയർ സ്ട്രെസ് കണ്ടെത്താൻ പോവാണ്. ഷിയർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലോഡ് ബൈ ഏരിയ. എന്താ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു? ലോഡ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു സ്ട്രെസ്. സോ പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു എന്ത്? ടോ. ഇവിടെ നമ്മൾ ഡി ആണ് യൂസ് ചെയ്തത്, ഇവിടെ നമ്മൾ ഡി സി ആണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാ? ഷിയർ സ്ട്രെസ് അക്രോസ് ആ നമ്മുടെ ബോൾട്ടിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ഡി എടുത്തത്. ഇവിടെ ഡി സി എടുത്തത് ടെൻസൈൽ സ്ട്രെസ് ആ മൈനർ ഡയമീറ്ററിന്റെ ആ ഭാഗത്ത് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? എഫക്ട് ചെയ്യുന്നുള്ളൂ. സോ അത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം, വേറെ നമുക്കൊരു ഇക്വേഷൻ എന്തറിയാം? ഇപ്പൊ നമുക്ക് ഡി സി കിട്ടി, ഡി കിട്ടണം. ഡി സി തന്നെ നമുക്ക് ഡി കാണാം. എന്താ ഇക്വേഷൻ? 0.84 ഇൻറ്റു ഡി. ഇങ്ങനെ ഒരു റിലേഷനും കൂടി ഉണ്ട്. ക്ലിയർ? ഇനി നമ്മൾ സ്ട്രെസ്സസ് ഇൻ ഫാസ്റ്റനിങ് പ്രോസസ്സിൽ സ്ട്രെസ്സസ് കാണാൻ പോകും. 3-4 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇനീഷ്യൽ സ്ട്രെസ് ഡ്യൂ ടു സ്ട്രെച്ചിങ് ഓഫ് ബോൾട്ട്. ബോൾട്ടിന് നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഇനീഷ്യൽ സ്ട്രെസ് നോക്കുകയാണ്. ആ ഇനീഷ്യൽ സ്ട്രെസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. സ്ട്രെസ് ഈക്വൽ ലോഡ് ബൈ ഏരിയ ആണെങ്കിൽ ഇവിടെ ഒരു പി ഈസ് ഈക്വൽ ടു 2840 ഡി എന്ന് പറയുന്ന ഒരു കോമൺ ഒരു ഫോർമുലയുണ്ട്. ഇത് പഠിച്ചിരിക്കണം. പി ഈക്വൽ ടു 2840 ഡി. സോ നമുക്ക് ഈ പി ഇവിടെ അപ്ലൈ ചെയ്തുകൂടെ? അതുപോലെ തന്നെ ഏരിയ എന്താണ്? സ്ട്രെസ്സസ് ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് മൈനർ ഡയമീറ്റർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്ററിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അപ്ലൈ ചെയ്യുള്ളൂ, എഫക്ട് ചെയ്യുള്ളൂ. സോ നമ്മൾ ഡി സി ആണ് എടുക്കേണ്ടത്. ക്ലിയർ? സോ അവിടുത്തെ ഏരിയ എന്തായി? പൈ ഡി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. സോ ഇക്വേഷൻ കിട്ടിയില്ല നമുക്ക്. പി ഡിവൈഡഡ് ബൈ എ, പി എന്താണ്? 2840 ഡി ഡിവൈഡഡ് ബൈ ഏരിയ എന്താണ്? പൈ ഡി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 കിട്ടി. നമുക്ക് എന്ത് കിട്ടി? ടെൻസൈൽ സ്ട്രെസിന്റെ ഇക്വേഷൻ കിട്ടി. ഇനീഷ്യൽ സ്ട്രെസ്സിന്റെ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ സ്ട്രെസ്സിനാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്യാണ്, ബോൾട്ടും നെറ്റും ടൈറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ, അവിടെ ഒരു ടോർഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ, അതാണ് എന്ത്? ടി. അപ്പോൾ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ആ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ടോ ഈക്വൽ ടു 16t ഡിവൈഡഡ് ബൈ പൈ ഡി സി ക്യൂബ്. ഇവിടെ ഡി സി എടുത്തത് എന്തുകൊണ്ടാ? നമ്മൾ നേരത്തെ ഇവിടെ എന്ത് കണ്ടു? ടോർഷൻ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ കണ്ടു. അവിടെ നമ്മൾ ഡി ആണ് എടുത്തത്. എന്തുകൊണ്ടാ? അത് ത്രൂ ഔട്ട് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡി സി എടുത്തത് എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ എന്താ കണ്ടത്?
എന്താ കണ്ടത്, ഷിയർ സ്ട്രെസ്സാണ് കണ്ടത്. പക്ഷെ നമ്മൾ ഡി സി എടുത്തത് എന്തുകൊണ്ടാ, ആ ബോൾട്ടിന്റെ നട്ടിന്റെ ഇടയിലുള്ള ഫ്രിക്ഷന് മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ, എഫക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡി സി എടുത്തത്. ഞാനിത് വീണ്ടും എടുത്തു പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ഷിയർ സ്ട്രെസ് എവിടുത്തെ ഷിയർ സ്ട്രെസ് ആണ്. അക്രോസ് ആ ബോൾട്ടിന്റെ നട്ടിലും കാണണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം, നോർമൽ ഡയമീറ്റർ എടുക്കണം. അല്ലെങ്കിലോ ബോൾട്ടിന്റെയും നട്ടിന്റെയും ഇടയിൽ അപ്ലൈ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ആണ് നിങ്ങൾക്ക് കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ സോ ടി ഐ മീൻ ടോ ഈക്വൽ ടു 16t ഡിവൈഡ് ബൈ പൈ ഡി സി ക്യൂബ്. ടി എന്താണ്, ടോർക്ക്. ക്ലിയർ. ഇനി അവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ്, ഇപ്പൊ ഇതൊക്കെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലോഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അവിടെ ബെൻഡിങ് ഉണ്ടാവുന്നുണ്ട്. ബെൻഡിങ് ഉണ്ടാവുന്ന ഇക്വേഷൻ ആണ് എന്ത്, ബെൻഡിങ് സ്ട്രെസ് ആണ് ഇത്. ബെൻഡിങ് സിഗ്മ ബി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ ഡിവൈഡ് ബൈ 2L. എക്സ് എന്താ, ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ ദി എക്സ്ട്രീം കോർണേഴ്സ് ഓഫ് നെറ്റ്. ആ കോർണറിന്റെയും ഹൈറ്റിന്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് ആണ് എന്ത്, എക്സ്. അത് തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ലെങ്ത് മോഡുലസ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ആ റിലേഷൻ ആണ് ഇ. ദെൻ ലെങ്ത് ഓഫ് ബോൾട്ട്, ആ ബോൾട്ടിന്റെ എത്രത്തോളം ലെങ്ത് ഉണ്ട് എന്നുള്ളതാണ് എൽ. സോ ഇക്വേഷൻ, ബെൻഡിങ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ സിഗ്മ ബി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ ഡിവൈഡ് ബൈ 2L. അതാണ് അടുത്ത റിലേഷൻഷിപ്പ്. ക്ലിയർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷിയർ സ്ട്രെസ് അക്രോസ് സ്ക്രൂ ത്രെഡ്. ആ സ്ക്രൂ ത്രെഡിൽ മാത്രമുള്ള മൈനർ ഡയമീറ്ററിൽ ഉണ്ടാകുന്ന ഒരു എഫക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്, സ്ക്രൂ ത്രെഡ്. ഓക്കെ, അക്രോസ് സ്ക്രൂ ത്രെഡ് അവിടെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് എന്താണ്, ടോ ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ പൈ ഡി സി ഇൻറ്റു ടി ഇൻറ്റു എൻ. ക്ലിയർ. ടി എന്താ, തിക്നെസ് ഓഫ് ദി ബോൾട്ട്. ദെൻ എൻ എന്താ, നമ്പർ ഓഫ് ത്രെഡ്സ് ഇൻ എൻഗേജ്മെന്റ്. ടോട്ടൽ 10-15 എന്തുണ്ടാവും, ത്രെഡ്സ് ഉണ്ടാവും. പക്ഷേ അവിടെ എത്ര എൻഗേജ്മെന്റിൽ എത്ര ത്രെഡ്സ് വന്നു അതാണ് നമ്മൾ ഫൈൻ എടുക്കുന്നത്. ഓക്കെ, സോ എൻ ഈക്വൽ ടു നമ്പർ ഓഫ് ത്രെഡ്സ് ഇൻ എൻഗേജ്മെന്റ്. അതാണത് ഷിയർ സ്ട്രെസ് അക്രോസ് സ്ക്രൂ ത്രെഡ്. ഇനി ഷിയർ സ്ട്രെസ് അക്രോസ് ഫോർ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഫോർ നട്ട് എന്താണ്, ടോ ഈക്വൽ ടു പൈ പി ഡിവൈഡ് ബൈ പൈ ഡി ഇൻറ്റു ടി ഇൻറ്റു എൻ. ഡി എന്താ, നോമിനൽ ഡയമീറ്റർ. ഇവിടെ നമ്മൾ സ്ക്രൂ ത്രെഡിനെ നമ്മൾ എന്തെടുത്ത്, റൂട്ട് ഡയമീറ്റർ ആണ് എടുത്തത്. ഇവിടെ നമ്മൾ എടുത്തത് നോമിനൽ ഡയമീറ്റർ ആണ്. ക്ലിയർ. അപ്പോൾ അങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ചോദിച്ചത് എന്താണെന്ന് നോക്കുക. സ്ക്രൂ ത്രെഡിൻ്റെ ആണ് ചോദിച്ചതെങ്കിൽ ഡി സി എടുക്കുക. നട്ടിന്റെ ഷിയർ സ്ട്രെസ് ആണ് ചോദിച്ചില്ലെങ്കിൽ ഡി എടുക്കുക. ക്ലിയർ. സോ അടുത്തത് ഇനീഷ്യൽ സ്ട്രെസ്സിലുള്ള ബെൻഡിങ് ഓർ ക്രഷിംഗ് സ്ട്രെസ് ആണ്. ബിറ്റ്വീൻ ത്രെഡ്സിന്റെ ഇടയിൽ ഒരു ബെൻഡിങ് ഓർ ക്രഷിംഗ് സ്ട്രെസ് ഉണ്ടാവുകയാണ്. അതെന്താണെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ സിഗ്മ സി എന്നിട്ട് നോട്ട് ചെയ്യും. സിഗ്മ ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ മൈനസ് ഡി സി സ്ക്വയർ ഇൻറ്റു അവിടുത്തെ നമ്പർ ഓഫ് ത്രെഡ്സ് ഡിവൈഡ് ബൈ 4. ഇതാണ് ഈ ഏരിയ, ഇത് ലോഡ്. അതിനാണ് നമ്മൾ എന്ത് ഏരിയന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ത്രെഡ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റു ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ ഏരിയ കണ്ടെത്തുന്നത്. സോ സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ അവിടെ അപ്ലൈ ചെയ്യുന്ന ഏരിയ. ക്ലിയർ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൻഡിങ് ഓർ ക്രഷിംഗ് സ്ട്രെസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാണ്. സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതുവരെ നമ്മൾ നോക്കിയത് ഇനീഷ്യൽ സ്ട്രെസ് ആണ്. നമ്മൾ അവിടെ സ്ട്രെച്ചിങ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റിങ് നടത്തുമ്പോൾ എന്തെല്ലാം സ്ട്രെസ്സസ് ഉണ്ടാവുന്നതാണ് ഫസ്റ്റ് നോക്കിയത്. ഇനി നോക്കാൻ പോകുന്നത് സെക്കൻഡ് കണ്ടീഷൻ, സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ടെൻസൈൽ സ്ട്രെസ്. സിമ്പിൾ ആണ്. ഫസ്റ്റ് ടെൻസൈൽ സ്ട്രെസ് നോക്കാം. സ്ട്രെസ് എന്താണ്? സിഗ്മ ടി ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ പി ഡിവൈഡ് ബൈ പൈ ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു എൻ. അവിടെ നമ്പർ ഓഫ് ത്രെഡ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ടെൻസൈൽ സ്ട്രെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൂട്ട് ഡയാമീറ്റർ ആണ് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? കാരണം ടെൻസൈൽ സ്ട്രെസ് റൂട്ട് ഡയാമീറ്ററിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ അടുത്തത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു എൻ. ഇവിടെ നമ്മൾ ടോട്ടൽ ഡയമീറ്റർ, അവിടെ നോർമൽ ഡയമീറ്റർ എടുക്കുന്നത്. കാരണം ഷിയർ സ്ട്രെസ് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ. എന്തുകൊണ്ടാണ് ഡി സി എടുത്തത്, ഡി എടുത്തതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സിന്റെ കേസിൽ നമ്മൾ ഒന്ന് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഡി സി ആണ് എടുക്കുന്നത്. ഇവിടെ ഷിയർ സ്ട്രെസ്സിന്റെ കേസിൽ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഡി ആണ് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ അവിടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടെൻസൈൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുകയാണ്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു ഇതാണ് എന്ത്, ടെൻസൈൽ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഹാഫ് ഇൻറ്റു സിഗ്മ ടി പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ ടി സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. സിഗ്മ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടെൻസൈൽ സ്ട്രെസ്, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ മീൻ ഷിയർ സ്ട്രെസ്. ഓക്കെ, ഇനി അടുത്ത മാക്സിമം ഷിയർ സ്ട്രെസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ടി സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. ക്ലിയർ.
ഇനി ഇപ്പോൾ ജോയിൻസ് ഫോർ സിലിണ്ടർ കവർ, ഒരു സിലിണ്ടർ കവർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ജോയിന്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ജസ്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഫസ്റ്റ് എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദി കവർ. ആ കവറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? F1. അത് നമ്മൾ F1 എന്ന് ഡിനോട്ട് ചെയ്യാം. പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പി. ഇതെന്താ? ഈ പി എന്താണ്? ഈ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറാണ്, ലോ പ്രഷർ. ഓക്കെ. ദെൻ അവിടുത്തെ റെസിസ്റ്റന്റ് അവിടെ ഓഫ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് F2 ഈസ് ഈക്വൽ ടു പൈ ഡി സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 സിഗ്മ ടി ഇൻറ്റു എൻ. ക്ലിയർ? ഈ F1ഉം F2 എന്താണ്? ഈക്വൽ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ റിലേഷൻഷിപ്പ് ചെയ്താൽ F1 ഈസ് ഈക്വൽ ടു F2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതാണ് ജോയിൻ ഫോർ സിലിണ്ടറിക്കൽ കവറിന്റെ ഫോഴ്സും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്തൊക്കെ കണ്ടെത്താം? ഇത് നമുക്ക് സിഗ്മ ടി കണ്ടെത്തിക്കൂടെ? F1 F2 നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ ടി നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ തേർഡ് കണ്ടീഷനിലേക്ക് പോവാണ്. സ്ട്രെസ്സസ് ഡ്യൂ ടു കമ്പൈൻ ലോഡ്. ഇനീഷ്യൽ സ്ട്രെസ്സും എക്സ്റ്റേണൽ സ്ട്രെസ്സും നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ആണ് എന്ത്? ടോട്ടൽ ലോഡ്. ഈ P ഈസ് ഈക്വൽ P ഫോർ ടോട്ടൽ ലോഡ് P ഈസ് ഈക്വൽ ടു P1 പ്ലസ് K ഇൻറ്റു P2. K എന്ന് പറഞ്ഞ എന്താണ്? ഒരു സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് ആണ്. സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ രണ്ട് ബോൾട്ടിന്റെ ഇടയിൽ നമ്മളൊരു ഗ്യാസ്കറ്റ് വെക്കുകയാണ്. ആ ഗ്യാസ്കറ്റ് മൂലം ഉണ്ടാകുന്ന എന്താണ്? കോൺസ്റ്റന്റ് ആണ് എന്ത്? സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടേം ആണ് സ്റ്റിഫ്നെസ് കോൺസ്റ്റന്റ്. സോ അതാണ് ഇക്വേഷൻ. P ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഈസ് ഈക്വൽ ടു P1 പ്ലസ് K P2. ക്ലിയർ? സോ ഇതെല്ലാമാണ് നമ്മൾ ഡിസൈൻ ഓഫ് ബോൾട്ട് ആൻഡ് നെറ്റിന്റെ കേസിൽ നമ്മൾ നോക്കേണ്ട ഈക്വേഷൻസും ഫോർമുലാസും. ഈ ഫോർമുലാസ് ഈക്വേഷൻസും വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസൈനിങ്, ഇതിന്റെ ഡയാമീറ്ററും അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഓരോ കണ്ടീഷൻസ് തരും. അപ്പോൾ ഏതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈക്വേഷൻസ് അപ്ലൈ ചെയ്യാം. ക്ലിയർ? ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള നോക്കാം. ഓരോ കണ്ടീഷൻസ് വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ? താങ്ക് യു.